താങ്കൾ ഈ യൗവനകാലത്ത് ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരു ഉപരി ജീവി എന്താ പറയുക ഒരു ജാടയാണെന്ന് കരുതി അതിൽ നിന്നൊക്കെ മാറി നിന്ന ആളാണ്. ഇപ്പൊ കുറച്ച് പ്രായമായപ്പോഴത്തേക്കും അതിന്റെ കുടിശ്ശികയും കൂടെ തീർത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടോ? അങ്ങനെ തീർക്കാൻ പറ്റുന്നതാണോ അത്? പണ്ട് 5 സെന്റ് പോലും കിടപ്പാടില്ലായിരുന്നു, ഇന്ന് എസ്റ്റേറ്റ് വാങ്ങി കൂട്ടുന്നു എന്ന് പറയുന്നുള്ളൊരു കാര്യമാണോ അത്? അങ്ങനെ മെറ്റീരിയലായിട്ട് ജോണി പ്രണയത്തെ മനസ്സിലാക്കരുത്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നൊന്നുമല്ല പ്രണയം. അല്ല, പ്രണയം എന്ന് പറയുന്നത് വളരെ ഒരു വിശാലാർത്ഥത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾക്ക് പ്രായം കൂടുകയും അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ പക്വത കൂടുകയാണെങ്കിൽ ഓരോ ദിവസവും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഡയമെൻഷനും ആംഗിളും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. 18 വയസ്സിൽ തോന്നുന്ന ഒന്നല്ലല്ലോ ഒരാൾക്കൊരു 40 കഴിയുമ്പോൾ തോന്നുന്നത്. തീർച്ചയായും ബന്ധങ്ങൾ 18 വയസ്സിൽ ഒരു പെൺകുട്ടി ഒരു അത്ഭുതമായിരിക്കും, ഒരു കൗതുകമായിരിക്കാം. 40 വയസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിൽ എനിക്കും ജോണിക്കും ഒരു പെൺകുട്ടി ഒരു അത്ഭുതമല്ല, കൗതുകമല്ല. പെൺകുട്ടി ഇന്ന് നമ്മൾക്കൊപ്പം തന്നെ ഈ ശാരീരിക രൂപ വ്യതിയാനങ്ങളേ ഉള്ളൂ. 2 വ്യക്തികൾ തന്നെയാണ് സ്ത്രീയും പുരുഷനും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് എൻ്റെ പ്രായം എന്നെ ഇപ്പോൾ കൊണ്ടെത്തിക്കുന്നത്. ഈ ദേഹത്തുള്ള ബാഹ്യ ലക്ഷണങ്ങൾ പ്രകൃതങ്ങൾക്ക് മാറ്റമുണ്ടെന്നല്ലാതെ തന്നെപ്പോലെ തന്നെ തലച്ചോറുള്ള ചിന്തിക്കാൻ കഴിവുള്ള മറ്റൊരു വ്യക്തി തന്നെയാണ്. അപ്പൊ ആ ലെവലിലേക്ക് എത്തുമ്പോൾ അതൊരു നല്ല സൗഹൃദമായി തിരിച്ചറിവുള്ളൊരു കൂട്ടുകാരിയായി മാറുന്നു. ഞാൻ ചോദിക്കുന്നത് താങ്കളുമായി ബന്ധപ്പെടുത്തി പല സ്ത്രീകളുടെയും പേരുകൾ കേട്ടിരുന്നു. ഇപ്പൊ താങ്കൾക്ക് അവരോട് പ്രണയമാണോ അതോ സൗഹൃദമാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധമാണത്? എന്റെ സൗഹൃദങ്ങളിൽ ലിംഗഭേദം അന്വേഷിക്കേണ്ട കാര്യം ഒരു സമൂഹത്തിനുമില്ല. എന്നോടൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, ഒരു വിദേശി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഹോമോസെക്ഷൽസ് ഒരുപാട് പേരുണ്ടോ? നിങ്ങൾ ആണുങ്ങളാണ് തോളിൽ കൈയിട്ട് നടക്കുന്നു, ആണുങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നു, ആണുങ്ങൾ ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നു. ഭയമാണ് ഒരു പെൺ സൗഹൃദം തുറന്നു പറയാൻ. ഞാൻ പറഞ്ഞത് ലിംഗവ്യതിയാനം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരാളുടെ വ്യക്തിത്വം, ഒരാളുടെ ടേസ്റ്റ്, കാലിബർ, ഇതൊക്കെ ചേർത്താണ് ഒരാളുടെ ഒരു സൗഹൃദം ഉണ്ടാവും. ഇപ്പോൾ പുരുഷനായാലും ജോണിക്ക് എല്ലാവരുമായിട്ടും സൗഹൃദം ഉണ്ടാവില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ആണുങ്ങളെ കുറിച്ച് മാത്രം പറയട്ടെ, അവർ ആണാണെന്നുകൊണ്ടല്ലോ സുഹൃത്താവുന്നത്. അയാളുടെ ക്യാരക്ടർ അതിനകത്ത് വലിയ ഘടകമാണ് അല്ലേ? നിങ്ങളുടെ ഇന്ററാക്ഷൻ വലിയ ഘടകമാണ്. അയാൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആൺ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. ഇതേപോലെ പെൺ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത് എനിക്ക് ഒരു ഭയവുമില്ലാതെ പറയും. എനിക്ക് അങ്ങനെ ഒരുപാട് കൂട്ടുകാരികളുള്ളവരാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ പൊതുജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വളരെ ഹിറ്റായ സിനിമകൾ നിർമ്മിക്കുന്ന സംവിധാനം ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും കൂടുതൽ അറ്റൻഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വരുന്നത്. അപ്പൊ അങ്ങനെ എന്നെക്കുറിച്ച് കരുതുന്നു എന്നുള്ളത് താങ്കളെ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഞാൻ ഒന്നാമത് സാമൂഹ്യ വിരുദ്ധമായ ബന്ധങ്ങൾ, പിന്നെ ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയാത്ത അത്തരം എന്താ പറയുക സദാചാര വിരുദ്ധം എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തടത്തോളം കാലം ഞാനൊരു പൊതുസമൂഹത്തിനെയോ ഒരു സിവിൽ കോഡിനെയോ അല്ലെങ്കിൽ ഒന്നിനെയും എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഭയം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു കള്ളത്തരമാണ്. എനിക്ക് ഇങ്ങനെ ഒരു പെൺ സുഹൃത്തുണ്ട് എന്ന് പറയുന്നത് പറയാൻ മലയാളിക്ക് ഈ കള്ളത്തിനുള്ളിലുള്ളുണ്ട്. പിന്നെ അത് വേറൊരു കണ്ണോടുകൂടി കാണാൻ തയ്യാറായി നിൽക്കുന്ന സമൂഹം ഇതങ്ങ് ഇല്ലാന്ന് ധരിച്ചാൽ ഞാൻ അങ്ങനെ ഒരു സമൂഹമൊന്നുമില്ല. സമൂഹത്തിനും വേറെ ജോലിയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സ്വയം റിലാക്സ്ഡ് ആയാൽ കുഴപ്പമൊന്നുമില്ല. ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾക്ക് വളരെ ഉത്തരവാദിത്തരഹിതമായിട്ട് ഇത് സംസാരിക്കാൻ കഴിയും. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ കുടുംബജീവിതത്തെ ബാധിക്കുന്ന ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ളതാവും. അത് നമ്മൾ നോക്കേണ്ടതല്ലേ? തീർച്ചയായും. ഇപ്പം എൻ്റെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനായ ഒരു ഭർത്താവും അച്ഛനുമാണ്. ഭാര്യ, 2 ആൺമക്കളാണ് എനിക്കുള്ളത്. കോഴിക്കോട്ടെ എൻ്റെ വീട്. ആ വീട് എനിക്ക് തരുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ വീട് എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് യാത്രകൾ നിരന്തരം നടത്തുന്ന ഒരാളാണ്. ഒരു സിനിമയുടെ ഷൂട്ട് അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞു, ചിലപ്പോൾ അത് വിജയമാവാം, പരാജയമാവാം. പരാജയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തൊരു യാത്ര പോകാറുണ്ട്. അതിന് ഒട്ടും സിനിമയെ ബന്ധമില്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഈ മലമ്പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ പെട്ടിയൊരുക്കുമ്പോൾ ഒരിക്കൽ പോലും എൻ്റെ ഭാര്യ എൻ്റെ പുറകിൽ വന്നിട്ട് ഇവിടെ പോകുന്നുള്ള അങ്ങനെയുള്ള ഒരു തരം അന്വേഷണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ഒരു തൊഴിൽ രംഗത്ത് എൻ്റെ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, എനിക്ക് വരുന്ന ടെലിഫോൺ കോളുകൾ, അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവരൊട്ടും ബോധവല്ലാത്തതുകൊണ്ട് ആ സ്വാതന്ത്ര്യമാണ് എൻ്റെ ഏറ്റവും വലിയ രക്ഷ. അപ്പോൾ അതാണ് ഒരു റൈറ്റ് പേഴ്സണെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുള്ള സന്തോഷവും അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു റൈറ്റ് പേഴ്സണെ വിവാഹം കഴിക്കാൻ കഴിയാതിരുന്ന ഒരാളെ കുറിച്ച് താങ്കൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് താങ്കളുടെ അച്ഛനായിരുന്നു. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ താങ്കളുടെ ജീവിതത്തിൽ തീരെ ഇല്ല എന്ന് പറയാമോ? ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം. ഞാനിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡായി മാറിയില്ലായിരുന്നെങ്കിൽ ഞാൻ അനുഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന കുറെ കൂടെ ഫ്രീഡം ഉണ്ടായിരുന്നു.
ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വമുണ്ട്. അപ്പം എൻ്റെ ഭാര്യയുടെ ഒരുപാട് തമാശകളുണ്ട്. 6-ാം തമ്പുരാൻ പറഞ്ഞ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അത് മൊബൈൽ ഫോൺ വരുന്നേ ഉള്ളൂ, എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. വളരെയധികം ഞാൻ ലൊക്കേഷനിലേക്ക് മദ്രാസിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ലാൽ പറയുന്നത് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പം മദ്രാസിൽ ഷൂട്ട് ചെയ്യുന്ന ഹോട്ടലിലെ നമ്പറിലേക്ക് എൻ്റെ ഭാര്യ വിളിച്ചിരുന്നു. അപ്പോൾ ഷാജി പറഞ്ഞ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു 3-4 ആളുകൾ എന്നെ. അപ്പം ഞാൻ ചെന്നിട്ട് ഈ ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ഭാര്യയാണ്. ഗ്യാസ് തീർന്നു. അവിടെ വിളിച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവൻ്റെ ഉത്തരം പറഞ്ഞ് തിരിച്ചു വന്നപ്പം ലാല്, ഷാജി, മരിച്ചുപോയ സച്ചിയൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ മോശം നോക്കിക്കുക. ഞാൻ പറഞ്ഞു എന്തായിരുന്നു വിളിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എന്നെ ഇടിക്കും, അവിടെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. പിന്നെ 2 കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ദൈനംദിന ഒരുപാട് കാര്യങ്ങൾ ഭാര്യ തന്നെയാണ് അത് മാനേജ് ചെയ്ത് പോകുന്നെങ്കിൽ പോലും 3 പേർ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ആ സ്വാതന്ത്ര്യം. താങ്കളുടെ ഇത്രയും കാലത്തെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മുടെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ഈ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്കുള്ള ഈ ഒളിഞ്ഞു നോട്ടമാണോ? ഒളിഞ്ഞു നോട്ടം ഒരു വലിയ കാര്യമല്ലേ? ഒളിഞ്ഞു നോട്ടവും പിന്നെ മറ്റുള്ളവനെ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിൽ കാണിക്കുന്ന ഒരു വളരെ മോശമാണ്. ജോണി ലൂക്കോസിനെ കുറിച്ച് ഞാൻ കുറ്റങ്ങൾ പറയുന്നു, ഒരു സെക്കൻഡ് ഞാൻ ഒരുപക്ഷെ പോലും ഉണ്ടാവില്ല. കേട്ട കഥകളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സദസ്സുകളിൽ, സഭകളിൽ ജോണി ലൂക്കോസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം ഞാനൊരു കണ്ണാടിക്ക് മുന്നിൽ ഞാൻ ആരാണിത് പറയാൻ എന്ന് മലയാളി ചിന്തിക്കാൻ തുടങ്ങിയാൽ കുറേയധികം റിലീഫ് നമുക്ക് ഈ സൊസൈറ്റിയിൽ പലർക്കും കിട്ടും. പക്ഷെ അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതിന് ഇടയാവുന്ന ചില കാര്യങ്ങളെങ്കിലും സിനിമയിലുണ്ട് എന്നത് ശരിയല്ലേ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. സിനിമയെ മാത്രം എന്താണ് ജോണി പറയുന്നത്? ഇവിടെ ഏറ്റവും ജനസേവകരായ, സത്യസന്ധരായ പൊളിറ്റീഷ്യൻസ് ജീവിക്കുന്നൊരു നാടാണോ കേരളം? ഏറ്റവും മികച്ച, തികഞ്ഞ മാധ്യമ ബോധം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളാണോ കേരളത്തിലുള്ളത്? ഇവിടെ ജുഡീഷ്യറി ഏറ്റവും നിർമ്മലവും പരിപാവനമാണോ? പോലീസാണോ? എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതി സ്വാഭാവികമായും ആ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്ന സിനിമകളിൽ ഉണ്ടാവില്ലേ? അതിൻ്റെ മൂല്യവും അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവിടെയും ബാധിക്കും. ഇതേ സമൂഹത്തിൽ ജീവിക്കുന്നവർ തന്നെയല്ലേ അതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്.